ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോസ്. നമ്മുടെ വീഡിയോസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ലോങ് ടേം വ്ളോഗ് ഒന്നുമല്ല. ഇപ്പോ ഈ സമയത്ത് ഈ വീഡിയോ എടുക്കണമെന്ന് കരുതിയിട്ട് ഞാൻ ഇടുന്നൊരു വീഡിയോ. അപ്പൊ ചോദിക്കും എല്ലാ വീഡിയോ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. നമ്മൾ ചിലതൊക്കെ ഇന്ന സ്ഥലത്ത് പോയി അല്ലെ അത് കണ്ടു ഇത് കേട്ടു അപ്പം അങ്ങനെ പ്ലാൻ ചെയ്തെടുക്കുമല്ലോ. ഇത് അങ്ങനെയല്ല, ഈ നിമിഷം തോന്നിയിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. 1.5 ആഴ്ചയായി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടേ. കാരണം എനിക്ക് പനിയാണോ അതോ ഫുഡ് പോയിസൺ ആണോ എന്തുവാന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പനിയും ഉണ്ട്, ഫുഡ് പോയിസൺ ഒക്കെ അടിക്കുമ്പോൾ ഉള്ള എല്ലാത്തരം സിംറ്റംസും ആയിരുന്നു. ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, പുറത്തുനിന്നൊന്നും ഞാൻ കഴിക്കാൻ ബുദ്ധിമുട്ട്, ചായ പറ്റത്തില്ല, അങ്ങനെ ഒരു 1.5 ആഴ്ച കൊണ്ട് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. എന്നിട്ട് ഇപ്പം ഓക്കെ ആയി വരുന്നു കേട്ടോ. അപ്പം എനിക്ക് നമ്മൾ വെച്ച് കഴിച്ചാലൊന്നും പറ്റുന്നില്ല, അതായത് ടേസ്റ്റ് പിടിക്കുന്നില്ല. അപ്പം ഞാൻ എന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇച്ചിരി ചോറ് തരുമെന്ന്. എനിക്ക് ഭയങ്കര വിശന്നിട്ട് കേട്ടോ. അപ്പൊ അതാണ് ഇന്നത്തെ കഥ. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് അതാണ്. വായോ ഗൈസ്. ഞാൻ ആദ്യം കരുതിയത് അവരുടെ വീട്ടിൽ പോയി കഴിച്ചിട്ട് പോരാനാണ്. പക്ഷെ പിന്നെ എനിക്ക് തോന്നി എനിക്ക് ഈ വാഴയിലൊക്കെ പൊതിഞ്ഞ് ചോറ് കഴിക്കണം തോന്നി. അപ്പൊ ഞാൻ ചോദിച്ചു, എനിക്ക് വാഴയിലൊക്കെ പൊതിഞ്ഞ് ഇച്ചിരി കൊണ്ട് തരുമോ ചോദിച്ചു. കഷ്ടം പോയി വാഴയിൽ ഞാൻ ഒട്ടും വിചാരിച്ചില്ല, ഞാൻ പറഞ്ഞു വിട്ടു വാഴയിലെ പൊതിഞ്ഞ് തരുമോന്ന്. പക്ഷെ വാഴയിലൊക്കെ പൊതിഞ്ഞ് ഒരു വലിയ പൊതിച്ചോറ് ഗൈസ്, ഇതാ കണ്ടോ, വലിയൊരു പൊതിച്ചോറ്. സത്യത്തിൽ ഈ പൊതിച്ചോറ് കണ്ടപ്പോൾ എനിക്ക് വിശന്നിട്ട് ഞാൻ അപ്പം തന്നെ തുറന്നിത് കേട്ടോ. തുറന്ന് ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ വെച്ചേക്കുന്ന കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതൊരു വ്ളോഗ് ആക്കണം എന്ന് തോന്നിയത്. കഷ്ടഭാവല്ലേ. സംബന്ധം വെച്ചാൽ ഞങ്ങൾ 24 മണിക്കൂർ അടിയാണ്. പക്ഷെ ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് ചെയ്തു തരും കേട്ടോ. നന്ദി. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാ നോക്കാം നമുക്ക്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഈ ഭക്ഷണം, വിശപ്പ് അതൊരു മനുഷ്യന്റെ അടിസ്ഥാന കാര്യമാണ്. അതിനൊപ്പം നമ്മളെ കരുതി ഇങ്ങനെ പൊതിഞ്ഞു കൊണ്ട് തരാന്ന് പറഞ്ഞാൽ, ലൈഫിലെ പലതവണ നമുക്ക് തോന്നാറുണ്ട് നമ്മൾ ഒറ്റയ്ക്കാണ്, നമുക്ക് ആരുമില്ല എന്നൊക്കെ. പലതവണയല്ല, എനിക്ക് എല്ലായ്പ്പോഴും തോന്നിയ കാര്യമാണ്. പക്ഷേ ചില ഇൻസിഡന്റുകൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനൊന്നും അല്ല. നമ്മുടെ ചുറ്റിനും നമ്മൾ കാണുന്ന കുറെ പേര് നമ്മളെ എന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷേ നമ്മുടെ സിറ്റുവേഷൻ വരുമ്പോൾ ചിലപ്പോഴൊക്കെ അതങ്ങ് മറന്നുപോകും. സംഭവം ഇത് ഈ ഒരു ഇൻസിഡന്റ് അല്ല, ഇതുപോലത്തെ പല കാര്യങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ചുറ്റിനും നിൽക്കുന്ന കുറച്ച് പേരുണ്ട് ഇങ്ങനെയുള്ളവര്. അപ്പൊ എനിക്ക് അറിയത്തില്ല, ഞാൻ ഇമോഷണലി അൺസ്റ്റേബിൾ ആണ് ഗൈസ്. ഞാൻ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഇനി നമുക്ക് പൊതിച്ചോറ് കാണാം ഗൈസ്. ഞാൻ കഴിക്കുന്നത് നിങ്ങൾക്ക് കാണുന്നതാ. കണ്ടോ ഗൈസ്, നല്ല അടിപൊളി ചക്ക വേവിച്ചത്, നല്ല ചൂടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഉണ്ടമുളക് ഇട്ട ചമ്മന്തി, അത് നല്ല പാൽമുളക് ടേസ്റ്റുള്ള ഉണ്ടമുളക് ഇട്ട അടിപൊളി ചമ്മന്തി. പിന്നെ നല്ല അയില മീൻകറി ഗൈസ്. പിന്നുള്ളത് നല്ല തൈര്. അപ്പോൾ ആവുക നമ്മൾ പൊതിച്ചോറ് കഴിക്കുകയാണ് ഗൈസ്. വാവ് കണ്ടോ, വാവ് നല്ല ചൂട് ചക്ക കണ്ടോ, നല്ല ചൂട് ചക്ക, നല്ല ഉണ്ടമുളക് ഇട്ട ചമ്മന്തി, പാൽമുളക് ഇല്ലാത്ത ചമ്മന്തി. പിന്നെ സാധനം ഗൈസ്, നല്ല അയില മീൻകറി. വാവ് സൂപ്പർ. പിന്നെ നമ്മുടെ തൈര് കണ്ടല്ലോ. നമുക്ക് കഴിച്ചു തുടങ്ങിയാലോ. അപ്പം തുടങ്ങിയാലോ നമുക്ക് കഴിക്കാൻ. ഞാൻ അതിന് മുമ്പേ തന്നെ ഇതിനകത്ത് ഇച്ചിരി ചമ്മന്തി എടുത്ത് വായി വെച്ചായിരുന്നു ഗൈസ്. എന്തൊരു ടേസ്റ്റ് അറിയാവും. എനിക്കാണെങ്കിൽ ഉണ്ടമുളക് ചമ്മന്തി ഭയങ്കര ഇഷ്ടം. അതിൻ്റെ കൂടെ ഈ പാൽമുളക് എന്നൊക്കെ പറയത്തില്ലേ, ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് അറിയത്തില്ല എൻ്റെ സംഭവം തോന്നുന്നു. പക്ഷേ വെള്ളം വരും വായിന്ന്. അതിൻ്റെ ഒരു ഗ്യാസ് ഉണ്ട് ഗൈസ്. അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന് വായിക്കൂടെ വെള്ളം വരും, തപ്പേണ്ടി വരുന്നു. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് ചക്ക ഇങ്ങോട്ട് എടുക്കുന്നു. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട സാധനം ചമ്മന്തി, സൂപ്പർ ചമ്മന്തിയാണ്, അതങ്ങോട്ട് വെക്കുന്നു. എന്നിട്ട് അതിനകത്തോട്ട് നമ്മുടെ അയിലയുടെ ചാറ് ഒഴിക്കുന്നു. മീൻ കഷ്ണം ഞാൻ അങ്ങനെ കൂട്ടില്ല കേട്ടോ, നമ്മൾ ചാറ് ഒഴിക്കുന്നു. പിന്നെ നമ്മുടെ തൈര് അതങ്ങോട്ട് ഒഴിക്കുന്നു. നല്ല പച്ചമുളകൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളിയൊക്കെ കഴിഞ്ഞിട്ട് തൈരാണ് ഗൈസ്. കഴിക്കാം ഗൈസ്. അപ്പം ഞാനിതിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടേ. അതങ്ങനെ കുഴച്ച് ഇങ്ങനെ വേണം കഴിക്കാൻ, കുഴച്ച് വേണോ. എൻ്റെ പോയ വാഴയുടെ രുചിയൊക്കെ വന്നു തോന്നുന്നു. എരിവൊക്കെ ഉണ്ട്. നമ്മൾ പറയത്തില്ല പനിയൊക്കെ ആയിരിക്കുമ്പോൾ എരിവ് കഴിച്ചാൽ വായിക്ക് ടേസ്റ്റ് വരുന്നു. എരിവുണ്ട്, നല്ല ഭയങ്കര ടേസ്റ്റ് കിട്ടില്ല. അപ്പം എൻ്റെ വീഡിയോ കാണുന്ന എന്നിട്ട് നീ വീഡിയോക്ക് കമൻറ്റ് ചെയ്യുക. ചോറ് കൊടുക്കുന്നതിന് നന്ദിയുണ്ട്. ഞാൻ കഴിക്കട്ടെ ഗൈസ്. ഞാനിപ്പോൾ കഴിച്ചു തുടങ്ങി, ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാനൊരു ഇച്ചിരി മതി, കുറച്ച് മതി എന്ന് പറഞ്ഞാണ് കഴിച്ച് സ്റ്റാർട്ട് ചെയ്തത്. കാരണം എനിക്ക് കുറേ ദിവസം ഫുഡ് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല വലുതായിട്ട്. പക്ഷേ ആ ഒരു ഉണ്ടമുളകിൻ്റെ ആ ഒരു ഗ്യാസും ആ ഒരു എരിവും പിന്നെ ആ ചക്കയും തൈരിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റും എല്ലാം കൂടെ എനിക്ക് വായിക്ക് ആ രുചി തിരിച്ച് കിട്ടിയ ഒരു ഫീല്. പിന്നെ ഈ പൊതിച്ചോറ് കെട്ടി തന്നെ വിട്ടത് അവരുടെ അമ്മയാണേ. കാരണം ഈ പൊതി കണ്ടറിയാം, അതിനകത്ത് അളവ് കൂട്ടിയാണ് വെച്ചേക്കുന്നത്. നമ്മൾ അമ്മമാർ പൊതി കിട്ടുമ്പോൾ അങ്ങനെയല്ലേ, അവർ ഇച്ചിരി വെക്കത്തില്ല, അവർക്ക് ഒത്തിരി വെക്കാനേ അറിയൂ. അപ്പോൾ എനിക്ക് ഇച്ചിരി മതിയാന്ന്, പക്ഷെ ഒത്തിരി വെച്ചിട്ടാണ് അത് പൊതിഞ്ഞ് വെച്ചേക്കുന്നത്. അമ്മമാര് ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടിത്തരുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. എനിക്കിപ്പോൾ അത് നഷ്ടമായിട്ട് കുറേ വർഷങ്ങളായി. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കിട്ടിയതൊരു എന്താ പറയാ, ഭയങ്കര സന്തോഷം. എനിവേ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ ചാനലൊക്കെ കാണുന്നവരെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യണം, നിങ്ങൾ കമന്റ് ചെയ്യണം. ഇങ്ങനെ പൊതിച്ചോറ് ഇഷ്ടമുള്ളവര്, ഇങ്ങനെ ആരെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് പൊതിച്ചോറ് കൊണ്ട് തന്നിട്ടുള്ളവരൊക്കെ ഉണ്ട്, കമന്റ് ഇടണേ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ ചെറുതെന്ന് കാണുന്ന പല കാര്യങ്ങൾക്കും ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ട് ലൈഫിൽ കേട്ടോ. കാരണം ഇപ്പം നിങ്ങൾ കരുതും അതിനിപ്പോൾ എന്താ, ഒരു പൊതിച്ചോറ് തന്നു അല്ലെങ്കിൽ ഒരു ചോറ് കൊണ്ട് തന്നു, ഇനിയിപ്പോൾ എന്താ. പക്ഷേ അതൊന്നുമല്ല, നമ്മളെ അവരെങ്ങനെ കാണുന്നു എന്നുള്ളതാണ്, അവരുടെ സ്നേഹം, അവരുടെ കരുതലൊക്കെയാണ് ഇതിനകത്തിൽ. സോ എല്ലാവർക്കും ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ ലൈഫിൽ ഉണ്ടാവട്ടെ. നമ്മുടെ വീഡിയോസിന്റെ കണ്ടിന്യൂറ്റി പോകുന്നുണ്ട് എനിക്കറിയാം. പക്ഷേ സ്കൂൾ തുറന്നു ഗൈസ്. ഇനിയിപ്പം തലയ്ക്ക് എന്താ പറയുക, ഓർമ്മയൊന്നും ഇല്ല ഇപ്പം എനിക്ക്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പോകാം നമുക്ക്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും മറക്കല്ലേ. ബൈ ബൈ. ഇത് ബാക്കി കഴിക്കട്ടെ. ബൈ.